സോക്കേഴ്സ് അടുക്കി പെറുക്കി വയ്ക്കണ പണിയാണ് കേട്ടോ. നേരം 9 മണിയായിട്ടുണ്ട്. എന്നും 8-9 മണിയാകുമ്പോൾ മെയിനായിട്ടുള്ള പരിപാടി ഈ സോക്കേഴ്സ് അടുക്കി പെറുക്കി വെക്കണ പണിയാണ്. രാവിലെ അതൊക്കെ നല്ല സെറ്റപ്പ് ആവും. പിന്നെ ഇടയിൽനിന്നൊന്ന് വലിക്കും, ഞാൻ ഉൾപ്പെടെ കേട്ടോ. ഇടയിൽ വലിക്കുമ്പോഴേക്കും എല്ലാം കൂടി ഇങ്ങോട്ട് പറയും. സന്തോഷമായിട്ടും അപ്പൂസും ഞാനും ഞങ്ങൾ 3 ആളുകളാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കണത്. ഇന്ന് ഞാൻ കുറേ നേരത്തെ തന്നെ ഈ പണിക്ക് നിന്നിട്ടുണ്ട്. കാരണം ഒരുപാടുണ്ടായിരുന്നു മടക്കി വയ്ക്കാൻ. ഇത് മാത്രമല്ല കേട്ടോ, കിടക്കലും കുറച്ചുണ്ട് കിടക്കണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ചുരിദാറിൽ ഭാഗത്ത് വെച്ചു, പാൻറ്റുകൾ അപ്പൂസിൻ്റെ സന്തോഷത്തിന് വേറെ വേറെ വെച്ചു. അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പോവാൻ നേരത്ത് 2 പാൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഏതാന്നറിയില്ല. എന്താണ്? ഇപ്പൊ വരാം. പാറു വന്ന് വിളിക്കുന്നുണ്ട്, എന്തോ പറയാണ്ടല്ലോ. എന്താ? പിന്നെ അതിന്റെ ഒരു ഭാഗത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പൊട്ടും കൺമേശിയൊക്കെ വെക്കാൻ വേണ്ടി കണ്ടൊരു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മേക്കപ്പ് എല്ലാരും പറയലുണ്ട്, എങ്ങോട്ടിലൊക്കെ പോകുമ്പോ മേക്കപ്പ് പുട്ടിയൊക്കെ കൂടുതലാണെന്നൊക്കെ പറയലുണ്ട്. പക്ഷെ ഞാൻ ഒരു സാധനം മുഖത്ത് വെക്കലില്ല. ഈ ഒരു ഇത് മാത്രമേ സോഫ്റ്റ് ക്രീം പറഞ്ഞിട്ട് ഈ ഒരു ക്രീം മാത്രമേ തേക്കുള്ളൂ. ഇത് യൂസ് വാക്ക കൊണ്ട് തന്നാട്ടോ, അത് കാരണം മാത്രമേ തേക്കുള്ളൂ. ഞാൻ പുറത്തുനിന്ന് ഒന്നും വാങ്ങിയിട്ട് തേക്കലില്ലേ. ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞു തന്നതാട്ടോ. പിന്നെ കണ്ട ഈ പോൺസിന്റെ പൗഡറും ഈ 2 സാധനം മുഖത്തുള്ള ഇതെന്തിന് ഇതിന്റെ മേക്കപ്പ് ബോക്സ് അറിയാൻ ഇത്രയും സാധനം ഉള്ളൂ കേട്ടോ. കുറച്ച് പൊട്ട്, ഐലൈനർ കണ്ട, കുറച്ച് പിന്നെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്ര പിന്നെ കുറച്ച് കണ്ട കുറച്ച് മുടി മടണ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അത് പിന്നെ നമുക്ക് ഉള്ളതല്ലേ. പിന്നെ ഇതാ കമ്മൽ പിന്നെ കുറച്ചധികം ഉണ്ട്. ഇത് ഓരോ പരിപാടിക്ക് പോകുമ്പോഴും ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കണത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഫോണിൽ എടുക്കുന്ന സമയത്തേ ആ ഫോണിൻ്റെ ആ ഒരു ഇതും കൂടി ആകുമ്പോൾ ഒന്നും കൂടി മുഖത്ത് പുട്ടിയുടെ പോലെ തോന്നിക്കുകയാണ് കേട്ടോ. അല്ലാതെ കുറേ ഒന്നും മുഖത്ത് വാരി തേക്കലില്ലേ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കണ്ണ് പിന്നെ എഴുതും, അതിൻ്റെ ഈ സാധനം. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചുണ്ടുമ്പോൾ തേക്കും, അതാണിത്. പൊട്ടുകളുണ്ടോ, അത് വരെ ഡ്രസ്സിക്ക് ഇങ്ങനെ മാച്ച് ചെയ്തിട്ടുള്ള കുറച്ചധികം പൊട്ടുകളുണ്ട്. അത്രയ്ക്കുള്ള നമ്മളെ മേക്കപ്പ് എന്ന് പറയാൻ കേട്ടോ. പിന്നെ ഈ സാധനം എപ്പോഴും ഇവിടുത്തെ സ്റ്റോക്ക് ഉണ്ടാവും, മൈലാഞ്ചി ട്യൂബ്. പിന്നെ വേറെ സാധനം ഉള്ളത് നമ്മളെ ഇതാണ് വളേൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇതൊന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കുറേ വള ഇതുമിക്ക് വെച്ചിട്ടില്ല, എല്ലാം കൂടി ഈ പെട്ടിയിലാക്കി വെച്ചതാണ്. ആവശ്യത്തിന് ഇതുമിക്ക് നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഇത് എടുക്കും. ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റ് വെക്കും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടും വെച്ചിട്ടും ഒന്നും കറക്റ്റാക്കി വെക്കൂല. അപ്പം പെട്ടി തന്നെ അടച്ചവിടെ വെച്ചതാണ്. അയ്യോ കൊച്ചു കള്ളി, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കും. സമയം 9 മണി ആയിട്ടുണ്ട് കേട്ടോ. ചോറിട്ടിട്ട് കൂടി ഇല്ല, ഒന്നും കഴിച്ചില്ല. വൈകുന്നേരത്തെ ചാടി കഴിഞ്ഞിട്ട് അപ്പൂസിനൊപ്പം കുറച്ച് ഇരുന്ന്. പിന്നെ പാറോട്ടിന്റെ കുറച്ച് ശുശ്രൂഷകളുണ്ട് വൈകുന്നേരത്ത്, മരുന്ന് കൊടുക്കലും കയ്യും കാലും കഴുകലും നമ്മളെ പോലെ തന്നെ ഉള്ള പരിപാടി ഇതിനുണ്ട്. മുഖവൃത്തിയാക്കലും എന്നെ തന്നെ പറയണേ. മുഖത്തേക്ക് നോക്കിയിട്ട് ഓരോ പരിഭവം പറയണം. അപ്പൊ കിടക്കാനുള്ള സ്ഥലം ശരിയല്ല, അതാണ് കേട്ടോ ഇങ്ങനെ മാന്തിച്ചേർന്ന് നിൽക്കണേ. ഇപ്പൊ എന്റെ ബാസ്കറ്റ് പോയി കിടന്നുറങ്ങ്. ചുരുക്കം പറഞ്ഞാൽ എപ്പോഴും ബിസിയാണ്, എപ്പോഴും തിരക്കാണ്. ചില ദിവസങ്ങളാണ് കൂടുതൽ തിരക്ക്, ചില ദിവസം അത്ര പ്രശ്നമല്ല കേട്ടോ. പക്ഷെ ഒരു കണക്കിന് അത് ആസ്വദിക്കാനുണ്ട്. ഇങ്ങനെ ജീവിതം തിരക്കുള്ളതാക്കണം നല്ലത്. അത് കാരണം നമുക്കത് ഞാൻ ആസ്വദിക്കാണ്. കാരണം എന്താ പറയുക, ഇതേപോലത്തെ ഓരോന്നുണ്ടെങ്കിൽ ഒരു സമാധാനം തരൂല. എപ്പോഴും പീ പൂ എന്ന് പറഞ്ഞ് കല്ലിടെ കൂടെ ഇങ്ങനെ നടക്കാം. എന്താണ് എന്താണ് എടുക്കാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് പോവാം എന്റെ പൊന്നിനെ. എന്താണ് പാവറങ്ങണോ? കണ്ണു ചിമ്പണുണ്ട് കേട്ടോ. അത് ഉറക്കം വന്നിട്ടുള്ള സ്വഭാവമാണ് തോന്നുന്നുണ്ട്. ഓണേ കള്ളത്തിയർക്കാണോ? പൂച്ചോർക്ക് അറിയണത് സത്യല്ലേ? ഇതന്നെ പൂച്ചോർക്ക് അടിച്ചാണ്ടല്ലോ. കണ്ണു ചിമ്മി ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവില്ല ചെറിയ കുട്ടികളുണ്ട്. അതന്നെയാണ് ഞാൻ അതിന് അവിടെ കൊണ്ടുപോയി കടത്താം കേട്ടോ. അതിന് മെല്ലെ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ നമ്മളൊന്നിനും സമ്മതിക്കില്ല. എനിക്ക് കുറേ ഡ്രസ്സ് ഓർഡർ ചിലരൊക്കെ പറഞ്ഞു, വലിയ നമുക്ക് പരിപാടിയൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ ഓണായപ്പോൾ ഇങ്ങനെ ഈ ഫ്രോക്ക് നൈറ്റൊക്കെ ചിലർ നോക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും, കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടും. എന്നാലും നമ്മൾ കാണിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞവിടെ കടത്തിട്ട് വരാം. അപ്പോൾ
കേട്ടാ പറഞ്ഞേ. അങ്ങോട്ടേ കൂടെ നോക്കുന്നു. ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. നല്ല കരച്ചിലാണ്. അവിടെ കൊണ്ടുപോയി കിടത്തിയത് പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട്. എല്ലാരും കിടന്നാല് ലൈറ്റ് ഓഫ് ആക്കിയാലേനോ അത് ഉറങ്ങുക, അല്ലെങ്കിൽ അതങ്ങനെ കരഞ്ഞു കൊടുക്കും. കുറെ ആൾക്കാര് നൈറ്റി ഇതൊക്കെ ഇപ്പൊ ഓണത്തിന് നമുക്ക് വന്നിട്ടുള്ളൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കൈയുള്ള പപ്പ് കൈയാണ്. അപ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഓണത്തിനായിട്ട് നല്ല അല്ലാത്തവരും ഇത്ര കൈയുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ആ വന്നത് അത്രയേ ഉള്ളൂ കേട്ടോ. ഈ നൈറ്റി ഒക്കെ കണ്ടില്ലേ, ഇത് 200 രൂപേൻ്റെ നൈറ്റിയാണ്. ഇതിൽ നമ്മൾ കൊറിയർ ചാർജ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് 200 രൂപേൻ്റെ നൈറ്റി കേട്ടോ. ഈ മൂന്നെണ്ണം 4 ഉള്ളൂ. ഇത് കുറേ ഉണ്ടായിരുന്നു, എല്ലാം പോയതാണ്. ഇതെല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടതായിരുന്നു കിടക്കയിൽ. ചിലപ്പോൾ ചിലർ ഇഷ്ടപ്പെട്ടാലും അങ്ങനെ എടുക്കും, ചിലപ്പോൾ ഒന്നും ഇഷ്ടപ്പെടില്ല. എന്നാലും നമ്മൾ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കും, വീഡിയോ കോളായിട്ടും. അല്ലെങ്കിൽ ഫോട്ടോ വേണമെന്ന് പറയും, അപ്പോൾ ഫോട്ടോ കാട്ടി കൊടുക്കും. ചിലപ്പോൾ ഒരാൾ ഒന്നെടുക്കും, അല്ലെങ്കിൽ 2 എടുക്കും, അങ്ങനെയൊക്കെയാണ്. ഇത് ഈ നൈറ്റൊക്കെ സാധാ ഇങ്ങനെ 3/4 കൈയുള്ള കോട്ടൻ്റെ നൈറ്റിയാണ്. എല്ലാം 200 രൂപേൻ്റെ നൈറ്റിയാണ് കേട്ടോ. പിന്നെ അതേപോലെ 2 കഫ്താനുണ്ട്. ഇതും കോട്ടൻ്റെ ആണ്. നമ്മളെ മുന്നിൽ ഈ വള്ളി എന്താണെന്ന് ചിലർക്കൊന്നും മനസ്സിലാവണില്ല. കുറേ ആൾ ചോദിച്ചിരുന്നു എന്താണ് ഈ വള്ളി ഇവിടെ ഇതെന്ന്. ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഷേപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ സാധാരണ ഐറ്റിൻ്റെ പോലെ നമ്മൾ തയ്യൽ മെഷീൻ വെച്ചിട്ട് ഷേപ്പ് ആക്കൂല. ഇത് പിടിച്ചിട്ട് ഇവിടെ വയർമ പിടിച്ചിട്ട് കെട്ടുക ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ നിൽക്കും വയറിൻ്റെ അവിടെ. അതാണ് ആ മോഡല്. അപ്പം ഇങ്ങനെ നിൽക്കും. ചില ആൾക്കാർ ഫുള്ള് കഫ്താൻ ഇടുന്നവരുണ്ട്. അതൊരു നല്ല ഒരു മോഡലാണ് ഇടണവർക്ക് കേട്ടോ. ചിലർക്ക് അതിനെ കുറിച്ച് അറിയില്ല. എനിക്കൊന്നുണ്ട്. അതേപോലെ ഒരു ഷാൾ നൈറ്റി കൂടി ഉണ്ട്. ഇതുമല്ല, ഇതിൻ്റെ കുറേ കളർ ഉണ്ടായിരുന്നു, എല്ലാം പോയതാണ്. ഇപ്പോൾ ഒരെണ്ണം ബാക്കിയുണ്ട്, പച്ച വയ്ക്കുള്ള ഷാളുമാണിത്. കുറേ വട്ടം എടുത്തും മടക്കി ഇത് തന്നെ പണി കേട്ടോ. പിന്നെ എല്ലാം വന്നത് ഇതൊക്കെ കണ്ട എല്ലാം നമ്മളെ ഫ്രോക്ക് നൈറ്റിയാണ്. ഇതൊക്കെ ഡബിൾ എക്സലിനെക്കാളും കുറച്ചും കൂടി സൈസ് കൂടിയതാണ്. കാരണം കുറച്ചുകൂടി വണ്ണവും ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റുന്നതാണ്. എന്നാൽ അതും സൈസ് കൊടുത്തിട്ടുള്ള ഡബിൾ എക്സലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ സൈസ് ഒന്നാണെങ്കിലും നല്ല ഇത് വലിപ്പം എല്ലാം ഉള്ളതാവും കേട്ടോ. എന്നാ പോലെ കണ്ടില്ലേ, ഇതെല്ലാം ലെങ്ത് ഒക്കെ കാണില്ലേ, നല്ല ഇറക്കുണ്ട്. അതേപോലെ കുറച്ച് വണ്ണവും കിട്ടും. പിന്നെ എല്ലാം ഇതാണ് കേട്ടോ. കൈ പഫ് കൈയാണ്. ഇങ്ങനെ ഇവിടെ അലാസ്റ്റിക് വരുന്നത്. ഇതൊരു പീച്ച് കളറാണ്. ഇതിൻ്റെ വേറെ കളറുണ്ട്, മെറൂണ് കളറുണ്ട്. അപ്പോൾ ഈ പുള്ളിയിൽ വരുന്ന മൂന്നെണ്ണമാണ് നമുക്കുള്ളത്. ഇപ്പം നമ്മളെ കയ്യിലുള്ളത് 3 ഉണ്ട്. ഈ 3 280 രൂപയുള്ളൂ കേട്ടോ. ഈ 3 അതായത് ഇത് ഡബിൾ എക്സലിൻ്റെ കുറച്ചുകൂടി വലിയ സൈസാണ്. കുറച്ചുകൂടി നീളവും വണ്ണമുള്ളവർക്കൊക്കെ പറ്റുന്ന സൈസാണ് കേട്ടോ. പിന്നെ സാധാ നമ്മൾ ഡബിൾ എക്സൽ സൈസ് ാണ്. ഞാനൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇത് ആകുമ്പോൾ ഒന്നും ചെയ്യല്ല, കറക്റ്റ് സൈസാണ്. ഇനി അഥവാ കുറച്ച് വണ്ണം കുറവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വള്ളി പിടിച്ചിട്ട് ബാക്കിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഷേപ്പ് ചെയ്യാം. തയ്യൽ മെഷീൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. പുറത്ത് തയ്ക്കാൻ കൊടുക്കേണ്ടതെന്ന് ആവശ്യം വരുന്നില്ല. ഇത് പിടിച്ചിട്ട് കെട്ടിയാൽ മതി. കാരണം ഇവിടെ എലാസ്റ്റിക് ആയത് കാരണം കൈയും ടൈറ്റായിട്ട് നിൽക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് റെഡാണ്. റെഡിന് കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് റെഡിനോടാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അത് കാരണം റെഡാണ് ചോദിച്ച് വരിക. റെഡ് ബ്ലാക്ക് ചോദിക്കും. അത് വേഗം പെട്ടെന്നേ തീർന്നു പോകും. ഇനിയിപ്പോൾ ഈ 2 റെഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ കാണിക്കണ ഈ മോഡലിലൊക്കെ 325 ആണ് കേട്ടോ. അത് അതിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു അജ്രക്ക് മോഡലില്ലേ, അതിൽ പെട്ടതാണ് കേട്ടോ. ഇത് നേവി ബ്ലൂ ആണ്. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. എല്ലാത്തിനും ബാക്കിൽ ഇങ്ങനെ പിടിച്ച് ഷേപ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് വള്ളിയുണ്ട്. വേണ്ടാത്തവർക്ക് അത് കുറച്ച് ഒഴിവാക്കാം. ഇവിടുന്ന് സൈഡിൽ നിന്ന് ഒന്ന് ചെറിയ
സ്റ്റിച്ച് എടുത്തിട്ടാൽ മതി, ഒഴിവാക്കിയെടുക്കാം. ഈ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ പിന്നെ കുറേ ആളുകളുടെ വേറെ കളർ ഇങ്ങനെ ചോദിക്കലുണ്ട്, മറ്റേ കളർ ഉണ്ടോയെന്ന്. പക്ഷെ കൂടുതലും വരിക റെഡ്, അതേപോലെ ഈ നേവി ബ്ലൂ, മെറൂണ് ഇങ്ങനത്തെ ഇതിൽ ഈ ഫ്രോക്ക് നൈറ്റി വരിക. നടുവിൽ ഒരു ചെറിയൊരു മോഡലും ഉണ്ട് ഇതിന്. അവിടെ വേറെ പീസ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ. മുൻവശം കാണാൻ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇതിനായാലും ഉണ്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ച്. നമ്മളോട് മോഡലും അതേപോലെ ഒരുപാട് ആൾ ചോദിക്കലുണ്ട് വേറെ മോഡലൊക്കെ കൊണ്ടുവരുമെന്ന്. പക്ഷെ നമുക്ക് എപ്പോൾ പോകുമ്പോഴും അങ്ങനെ വലിയ മോഡലൊന്നും കിട്ടൂല. ഓരോ ലെക്കിന് ചിലപ്പോൾ കിട്ടും. ഇതിന് മുന്നേ കിട്ടിയതൊക്കെ നല്ലൊരു മോഡലായിരുന്നു. അതൊക്കെ വരുമ്പോൾ തന്നെ തീർന്നു പോവും. ഇനിയിപ്പോൾ നമ്മൾ ഓണത്തിന് ഒന്നുകൂടി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല നല്ല മോഡൽ കുറേ ആൾക്കാർ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അന്വേഷിക്കണമൊക്കെ ഉണ്ട്. അത് കിട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ഷോട്ടൊക്കെ നമ്മൾ ഇടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ എന്തായാലും എല്ലാ വീഡിയോൻ്റെ ഷോർട്ടിൻ്റെ അടിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും നമ്പർ. ഇപ്പോഴും ഫോണിൽ തുണിക്കാണെങ്കിലും അല്ലാതെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമ്മളെ വിശേഷം അറിയാൻ വേണ്ടിയിട്ടും കൂടി നമ്പറിൽ നമ്മളോട് ചാറ്റ് ചെയ്യുന്നുണ്ട്, വിളിക്കലുണ്ട്. പിന്നെ തുണീൻ്റെ കാര്യത്തിനാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്. എന്താ പറഞ്ഞത്, ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ നമ്മളെ ഫ്രോക്ക് നൈറ്റിൻ്റെ കളക്ഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതും കൂടി മടക്കി ഒതുക്കി വെക്കട്ടെ. ഇത് കഴിഞ്ഞാൽ ഒന്ന് സമയമായി 10 മണി ഇപ്പോൾ ആവും കേട്ടോ. അപ്പം ഞാൻ പൂസിൻ്റെ പഠിപ്പൊക്കെ കുറച്ച് നേരം കൂടി ഇരുന്ന് ഞാനും അതിനെ കൂടി ഒളിഞ്ഞ് കഴിക്കാൻ അമ്മേൻ്റെ കഴിഞ്ഞ് അമ്മ കിടന്നു. അപ്പം എന്നാൽ ഇനി ചോറിനിട്ട് ഇതുകൂടി കവറൊക്കെ ആക്കിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്.